ഈ രണ്ട് കേസുകളും ഏറെ ഗുരുതര സ്വഭാവമുള്ള കേസാണ്. സജിത്ത്, ഇവിടെ നമുക്കറിയാം, ആദ്യത്തെ കേസിൽ ബലാത്സംഗം മാത്രമല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു, മൊഴിയാണ് ആ പെൺകുട്ടി നൽകിയതെങ്കിൽ, രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതം തുറന്നു കാട്ടുന്നതാണ്. കാരണം അങ്ങേയറ്റം ക്രൂരമായി ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യുകയാണ്, റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ശരീരമാസകലം മുറിവേൽപ്പിച്ചു. അങ്ങനെ ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ മൊഴിയിലുള്ളത്. പക്ഷേ ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വിവാദമൊക്കെ ഉയർന്നു വന്ന ശേഷമാണ് ഈ വെളിപ്പെടുത്തലുമായി, പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തിയത് എന്ന സംശയമൊക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി കോടതിയുടെ പരിഗണനയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഈ കാലതാമസമൊക്കെ ഒരുപക്ഷെ ഒരു തിരിച്ചടിയായി കാണുമോ? അതായത് രാഹുലിന് അനുകൂലമായി കാണുമോ? കാരണം നമുക്കറിയാം, ഈ സമീപകാലത്ത് മുകേഷിൻ്റെ കേസ്, മറ്റ് സിനിമാ മേഖലയിലുള്ളവർ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പല കേസുകളിലും ഉണ്ടായതും, അതോടൊപ്പം വേടൻ്റെ കേസിൽ സംഭവിച്ചത്, വിജയ് ബാബുവിൻ്റെ കേസിൽ സംഭവിച്ചതൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു നിയമക്കുരുക്കുകൾ, അല്ലെങ്കിൽ നിയമത്തിൽ ചില ഒരു പഴുതുകളായിരുന്നു ഈ കേസിൽ നിന്നൊക്കെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ഈ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള കാരണമായത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനും അനുകൂലമായത് ഇതൊക്കെ തന്നെ ആയിരിക്കുമോ? ഈ കേസിൽ ടോം സൂചിപ്പിച്ചതാണ് ഒരു കാരണമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് രണ്ട് പരാതിയിലും കാലതാമസമുണ്ടായി പരാതി ഉന്നയിച്ചതിന്. ഏറ്റവും പ്രധാനമായും ആരോപണങ്ങൾ കൂടുതൽ ശക്തമാണ്, ഒരുപക്ഷെ കൂടുതൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ കാരണം ഈ പരാതി വൈകിപ്പോയി എന്ന ഘടകം തന്നെയാവാം. സാധാരണ സെഷൻസ് കോടതിയും മറ്റും, കേസ് ആദ്യം പരിഗണിക്കുന്ന കോടതിയും മറ്റും അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുകൂടി മുൻകൂർ ജാമ്യം നൽകുക എന്നതാണ് പൊതുരീതി എന്നതാണ് മനസ്സിലാവുന്നത്. തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതാണ് നിയമവിദഗ്ധനും പങ്കുവെക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ സമാനമായ നമുക്ക് ഉദാഹരിക്കാവുന്ന മറ്റു ചില കേസുകളിലും സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് കേസന്വേഷണത്തിന് തടസ്സമാവുന്നില്ല. ഇനി മുൻകൂർ ജാമ്യം കിട്ടിയില്ല, അനുവദിച്ചിരുന്നില്ലെങ്കിൽ രാഹുലിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്ത് വീണ്ടും അത് കോടതി ജഡ്ജിന് മുന്നിൽ ഹാജരാവേക്കേണ്ടി വരും. ഒരുപക്ഷെ അത് കസ്റ്റഡിയിലേക്കോ അതല്ലെങ്കിൽ ജയിലിലേക്കോ പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇയാളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന പോലീസിന്റെ വാദമാണ് അങ്ങനെയെങ്കിൽ അംഗീകരിക്കപ്പെടുക. പക്ഷേ ഇവിടെ അറസ്റ്റ് തടയപ്പെടുന്നു, അതായത് ജയിലിലേക്ക് പോകുന്നത് തടയപ്പെടുന്നു. പക്ഷേ എത്ര മണിക്കൂർ വേണമെങ്കിലും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതിന് തടസ്സം ഇല്ല എന്നതാണ് ഈ കേസിൽ സംഭവിക്കുക. എന്തായാലും തിങ്കളാഴ്ച ഹാജരാവുന്ന രാഹുലിനെ ഈ ചോദ്യങ്ങൾ, കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കി അന്വേഷണ സംഘത്തിന് തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. ഈ പരാതി വൈകലും മറ്റും ഈ ചോദ്യം ചെയ്യലിലോ തുടരന്വേഷണത്തെയോ സ്വാധീനിക്കില്ല. പക്ഷേ അത് മുൻകൂർ ജാമ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിയമവിദഗ്ധരും ആ സൂചന തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും സജിത്ത്, ഇനി അറിയേണ്ടത് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കമാണ്. കാരണം രണ്ട് പരാതികളുണ്ട്, രണ്ട് കേസുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതിലൊന്ന് അല്പം കൂടി ഗുരുതര സ്വഭാവമുള്ളതാണ്, ഗർഭചിത്രം നടത്തിയതാണ്. അതിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല, താൽക്കാലികമായ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയൊരു സാഹചര്യമുണ്ട്. ഏത് കേസിലായിരിക്കും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യം ചോദ്യം ചെയ്യുക? ഒരുപക്ഷെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടായ ശേഷം മാത്രമായിരിക്കുമോ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ? ടോമ, വളരെ പ്രസക്തമാണ് ആ വിഷയം. കാരണം രാഹുൽ എപ്പോൾ ഒളിവ് ജീവിതം അവസാനിപ്പിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഈ കേസുമായി, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം രാഹുലിന് ആദ്യം ഹാജരാവേണ്ടി വരിക ഇപ്പോഴത്തെ കോടതി നിർദ്ദേശമനുസരിച്ച് രണ്ടാമത്തെ കേസിലായിരിക്കും. പക്ഷേ അന്വേഷണ സംഘത്തിന് അതിനു മുമ്പ് തന്നെ ആദ്യത്തെ കേസ് വേണമെങ്കിൽ പ്രസ് ചെയ്യാൻ കഴിയും. അതായത് തിങ്കളാഴ്ച ഹാജരാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ്. ആദ്യത്തെ കേസിൽ രാഹുലിന് അത്തരം നിർദ്ദേശങ്ങളൊന്നും കൈമാറിയിട്ടില്ല. കാരണം അതിൽ തീർപ്പാക്കാൻ ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോഴും തീർപ്പാക്കാൻ നിൽക്കുകയാണ് ആ കേസ് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ അതിനു മുമ്പ് ഇതിൽ തീർപ്പാകും എന്നത് കരുതുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ മൂവ്മെന്റ് ആ തരത്തിൽ കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ഈ തിങ്കളാഴ്ച ഹാജരാവേണ്ട രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ ആ നടപടിക്രമങ്ങളിലും ഒരു വ്യക്തത വന്നേക്കാം. സ്വാഭാവികമായും അതിനുശേഷം
പ്രധാനമായിരിക്കും അങ്ങനെയെങ്കിൽ രാഹുൽ അന്വേഷണ സംഘത്തിനും ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചും പുറത്തു വരാനുള്ള സാധ്യത. ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപക്ഷെ രാഹുലിന്റെ ഇനിയുള്ള മണിക്കൂറുകളിലെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. സാങ്കേതികമായി രാഹുലിന് ഇപ്പോൾ ജയിലിൽ പോവേണ്ട സാഹചര്യമില്ല, ഒളിവ് ജീവിതം അവസാനിപ്പിക്കാം. കോടതിയുടെ നിയമത്തിന്റെ പിന്തുണ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് കിട്ടിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. തിങ്കളാഴ്ച മാത്രം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ മതി. അത് രണ്ടാമത്തെ കേസിലാണ്. ആ ദിവസം വരെയും രാഹുലിന് ഫ്രീ ആയി നടക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ആദ്യ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. സ്വാഭാവികമായി അതിൽ അറസ്റ്റും കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനിടയിൽ തീർപ്പുണ്ടായാൽ രാഹുലിന് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ആദ്യ കേസിൽ തന്നെ വരേണ്ടി വരും എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുലിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. രാഹുൽ തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് ഒളിവിൽ? അങ്ങനെയെങ്കിൽ പുറത്തു വരുമോ? ഇന്ന് രണ്ട് കേസുകളിലും അനുകൂലമായി മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ, അതല്ല തിങ്കളാഴ്ച മാത്രമേ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും. വ്യക്തമാണ്. ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തും. കാരണം തിങ്കളാഴ്ച വരെയും സമയമുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായാൽ മതി. അതിനു മുൻപ് ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ? അവിടെയും പല ചോദ്യങ്ങളും ബാക്കിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് ഇത്രയും ദിവസം ഒളിവിൽ കഴിയാൻ സഹായിച്ചത്? ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തിക്കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകാം. പോലീസിൻ്റെ നടപടികളും ശ്രദ്ധേയമാണ്.